ഹലോ സ്റ്റുഡൻസ്, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനേഷന് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പഠിക്കേണ്ടതില്ല എന്ന് ചില കുട്ടികളെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ധാരണ തെറ്റാണ്. നമുക്കറിയാം, ഈ വരുന്ന എക്സാമിനേഷന് അല്ലെങ്കിൽ ഹാഫ് ഇയർ എക്സാമിനേഷന് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. നമുക്കറിയാം, ഒരു എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ക്വാർട്ടർലി എക്സാമിനേഷൻ നടക്കുന്നു, അതുപോലെ തന്നെ ഹാഫ് ഇയർ എക്സാമിനേഷൻ നടക്കുന്നു. ക്വാർട്ടർലി എക്സാമിനേഷൻ അഥവാ ഓണം എക്സാമിനേഷന് കുറഞ്ഞ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നു. അടുത്ത ടേം എക്സാം വരുന്ന സമയത്ത് കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് കൂടെ ആഡ് ഓൺ ചെയ്യുന്നു. പക്ഷേ ടേം എക്സാമിനേഷൻ, ഹാഫ് ഇയർലി എക്സാമിനേഷൻ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ടേമിൽ ഉൾപ്പെട്ട ചാപ്റ്ററും കൂടെ നമുക്ക് ക്രിസ്മസ് എക്സാമിനേഷന് വരും. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് വെയിറ്റേജിൽ. കാരണം ഫസ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് വളരെ കുറച്ചും പിന്നീട് എടുത്ത ആഡ് ഓൺ ചെയ്ത ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ വെയിറ്റേജുമായിരിക്കും ഹാഫ് ഇയർലി എക്സാമിനേഷൻ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ അക്കൗണ്ടൻസിക്കകത്ത് വരുന്ന സമയത്ത് ഓണം എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ തന്നെ അഡ്മിഷൻ ചാപ്റ്ററിന്റെ പകുതി പോർഷൻസ് ആയിരുന്നു. അതിന് കൂടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും എവസും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആഡ് ഓൺ ചെയ്ത ചാപ്റ്റേഴ്സ്, ഡിസംബർ എക്സാമിനേഷനൊക്കെ വേണ്ടി നമ്മൾ ആഡ് ഓൺ ചെയ്ത ചാപ്റ്റേഴ്സിനൊക്കെ അറിയാം, അതിന്റെ കൂടെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുന്നു. കൂടെ തന്നെ നമ്മൾ അഡീഷണൽ പേപ്പറായ എഫസും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഓണം എക്സാമിനേഷന് പഠിച്ച ടോപ്പിക്കും നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷന് വരും. പക്ഷേ ഇതിനകത്ത് വെയിറ്റേജിൽ വ്യത്യാസം ഉണ്ടാവും. ബേസിക് കൺസെപ്റ്റ് ഓണം എക്സാമിനേഷന് കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷന് അവിടെ ഒന്ന് കുറഞ്ഞ മാർക്കിന് ചോദിക്കുകയും റിട്ടയർമെന്റിന്റെയും അഡ്മിഷന്റെ അവസാന ഭാഗത്ത് നിന്ന് കൂടുതൽ വെയിറ്റേജ് ഈ വരുന്ന എക്സാമിന് വരികയും ചെയ്യും. അപ്പോൾ മുഴുവൻ കുട്ടികളും നമ്മുടെ ഓണം എക്സാമിനേഷൻ ടോപ്പിക്കിൽ കുറഞ്ഞ വെയിറ്റേജ് ആണെങ്കിൽ പോലും നിങ്ങൾ മുഴുവൻ ചാപ്റ്റേഴ്സ് അത് പഠിക്കണം. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയൊരു എക്സാമിനേഷൻ ആണ്, പബ്ലിക് എക്സാമിനേഷൻ ആണ്. ഈ പബ്ലിക് എക്സാമിനേഷനിൽ വേണ്ട ഒരു സെമി ഫൈനൽ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഡിസംബർ എക്സാമിനേഷൻ. ഈ ചാപ്റ്റേഴ്സ് മുഴുവൻ നിങ്ങൾ ഡിസംബർ വരെയുള്ളത് മുഴുവൻ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ എക്സാമിനേഷനിലേക്ക് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇനി നടക്കാൻ പോകുന്ന മോഡൽ എക്സാം ആയാലും പബ്ലിക് എക്സാം ആയാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. നല്ലൊരു സ്കോറിലേക്ക് എത്താനും സാധിക്കും.